നമ്മൾ മനുഷ്യ സ്വഭാവങ്ങളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനുഷ്യ സ്വഭാവങ്ങളിൽ ആഗ്രഹങ്ങൾ എന്ന വിഷയമാണ് നമ്മൾ 3-4 ആഴ്ചകളായി വിശദീകരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ദുഃഖം നിറയ്ക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നവയാണ് നമ്മുടെ മോഹങ്ങൾ. അത് മനസ്സിലാക്കി അത് തിരിച്ചറിഞ്ഞ് നമ്മൾ സ്വയം മോഹങ്ങളിൽ നിന്നും മുക്തരാവുക. മോഹങ്ങളും ആഗ്രഹങ്ങളുമെല്ലാം നമ്മുടെ ആവശ്യങ്ങളാണ്. നമ്മൾ നിരന്തരം മറ്റുള്ള കൂടെയുള്ള ആൾക്കാരോടും നമ്മുടെ സമൂഹത്തിനോടും ഒടുവിൽ ഈശ്വരനോടും നമ്മുടെ ആഗ്രഹങ്ങൾ നടപ്പിലാക്കി കിട്ടാൻ ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. നമ്മൾ അങ്ങനെ മറ്റൊരാളിൽ നിന്നും, അത് ദൈവത്തോടായാലും, നമ്മുടെ ആഗ്രഹങ്ങൾ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളൊരു ജീവിത പാഠം മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ മറ്റാരോടെങ്കിലും എന്തെങ്കിലും ചോദിക്കുമ്പോൾ പ്രധാനമായും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്, ഒരു ഉദാഹരണത്തിന് നമ്മൾ കടം ചോദിക്കുന്നു. അങ്ങനെ കടം ചോദിക്കുമ്പോൾ നമുക്ക് മറ്റൊരാൾ നമുക്ക് പണം തരണമെങ്കിൽ നമുക്കത് തിരിച്ച് നൽകാനുള്ള കഴിവുണ്ടെന്ന് ആ ആളിന് ഉറപ്പുണ്ടാവണം. അതായത് നമ്മളിൽ ആൾറെഡി ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമേ മറ്റൊരാൾ നമ്മെ പണം തന്ന് സഹായിക്കുകയുള്ളൂ. അതൊരു ഉദാഹരണമാണ്. നമ്മുടെ മനസ്സിൽ വളരെ കുഞ്ഞുനാൾ മുതൽ ആരംഭിക്കുന്ന മോഹങ്ങൾ അതിങ്ങനെ വളർന്ന് നമ്മുടെ പ്രായത്തിനനുസരിച്ച് മോഹങ്ങൾ വളരുകയാണ് ചെയ്യുന്നത്. നമ്മൾ ആ മോഹങ്ങൾ നടപ്പിലാക്കാൻ ഈ പ്രകൃതിയോട് ആവശ്യപ്പെടുന്നു, സമൂഹത്തിനോട് ആവശ്യപ്പെടുന്നു, ഈശ്വരനോട് ആവശ്യപ്പെടുന്നു. സത്യത്തിൽ ഈ പ്രകൃതി അല്ലെങ്കിൽ ഈശ്വരൻ എന്ന് പറയുന്ന ആ സത്യം, അത് നമ്മളിങ്ങനെ നിരന്തരം ചോദിച്ചുകൊണ്ടിരുന്നാൽ നമുക്കത് ചോദിക്കാനുള്ള പ്രാപ്തിയുണ്ടോ, അതിനുള്ള ശേഷിയുണ്ടോ എന്നുള്ളൊരു ചോദ്യം അവിടെ ഉയരും. നമ്മൾ നേരത്തെ കടം കൊടുക്കുന്ന അതേ വിഷയം പറയുകയാണ്. നമുക്കിതിന്റെ ആവശ്യമുണ്ടോ? നമുക്കത് ഉൾക്കൊള്ളാനുള്ള കഴിവുണ്ടോ? അത് നമുക്ക് അതുപയോഗിച്ച് ജീവിക്കാൻ കഴിയുമോ എന്ന് ധാരാളം ചോദ്യങ്ങൾ അവിടെ നിന്നുണ്ടാവും, പ്രകൃതിയിൽ നിന്നും. നമ്മളാണെങ്കിൽ ഒന്നും അറിയാതെ എനിക്കെല്ലാം വേണമെന്ന് നമ്മൾ ആവശ്യപ്പെടുന്നതാണ്. നേരെ തിരിച്ച് മനസമാധാനം നേടാനാണ് നമ്മൾ ഈ ആഗ്രഹങ്ങളെല്ലാം ചോദിച്ചു വാങ്ങുന്നത്. നമ്മൾ എപ്പോഴാണോ ആഗ്രഹങ്ങളും മോഹങ്ങളും അതിമോഹങ്ങളും സ്വയം അവസാനിപ്പിച്ച് നമ്മളൊന്നും ചോദിക്കാതെ ഇരിക്കുന്നത്, അപ്പോൾ മുതൽ പ്രകൃതി നമുക്കെല്ലാം നൽകുമെന്നാണ്. എല്ലാം എന്ന് വെച്ചാൽ നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങളല്ല, നമ്മൾ ഈ ചോദിക്കുന്നത് മുഴുവനും സമാധാനത്തിന് വേണ്ടിയാണ്. ഈ മോഹങ്ങൾ നിർവഹിക്കാൻ ശ്രമിക്കുന്നത് നമ്മളെ മനസമാധാനത്തിന് വേണ്ടിയാണ്. നമ്മൾ അങ്ങനെ ഒരു മോഹം നിറവേറ്റി മനസമാധാനം ആവശ്യമില്ല എന്ന് നമ്മൾ ചിന്തിച്ചു തുടങ്ങിയാൽ, നമ്മൾ മോഹരഹിതരായി തുടങ്ങിയാൽ നമുക്ക് സ്വമേധയാ സമാധാനവും ശാന്തിയും ലഭിച്ചു തുടങ്ങും. അതായത് നമ്മൾ പിന്നെ എനിക്കത് വേണം ഇത് വേണമെന്ന് നമ്മൾ ചോദിക്കുന്നില്ല. അങ്ങനെ എനിക്കത് ലഭിച്ചാലേ സമാധാനം ഉണ്ടാവുമോ എന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. അങ്ങനെ വരുമ്പോ ഓട്ടോമാറ്റിക്കായിട്ട് സ്വമേധയാ നമുക്ക് മനസമാധാനവും ശാന്തിയും ലഭിക്കും. എന്ന് മാത്രമല്ല, ആവശ്യമില്ലാത്ത ചോദിക്കാത്തവർക്ക് കൊടുക്കുന്ന ഒരു പ്രവണത
ഈ പ്രകൃതിക്കുണ്ട് എന്ന് നമ്മൾ ധാരാളം ഉദാഹരണങ്ങളിലൂടെ നോക്കിയാൽ മനസ്സിലാവും. ഉദാഹരണങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്. ദാരിദ്ര്യം അനുഭവിക്കുന്ന ആൾക്കാർക്ക് ധാരാളം കുഞ്ഞുങ്ങളുണ്ടാവും. ഒരു ഉദാഹരണമാണ്. വളരെ വലിയ പണക്കാർക്ക് നേരെ തിരിച്ചാണ്. ഏത് കാര്യമെടുത്താലും എപ്പോഴും ഈ ഒരു വല്ലാത്ത രീതിയിലാണ് പ്രകൃതി കാര്യങ്ങൾ ഈ വിതരണം ചെയ്യുന്നത്. നമുക്ക് പ്രത്യേകിച്ചൊന്നും വേണ്ട എന്ന് ഈശ്വരനോട്, അങ്ങനെ വേണ്ടാന്ന് പറയണ്ട, ഒന്നും ചോദിക്കാതിരിക്കുമ്പോ തന്നെ നമുക്ക് എന്താണോ ആവശ്യം അത് ലഭിച്ചു തുടങ്ങുമെന്നാണ്. നമ്മൾ നിരന്തരം ടെൻഷൻ എടുത്ത് ഇങ്ങനെ ഓടുമ്പോഴാണ് നമുക്ക് പലതും ലഭിക്കാതെ പോകുന്നത്. ശരിയായ ഈശ്വര വിശ്വാസികൾ ഒരു ആവശ്യവും ഈശ്വരന്റെ മുന്നിൽ വെക്കാറില്ല എന്നാണ്. അത് പ്രാർത്ഥനയെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമുക്ക് പറയേണ്ടതുണ്ട്. നമുക്ക് ഈശ്വര വിശ്വാസവും ആത്മീയതയും വളരെ കുറവാണെങ്കിൽ നമ്മളെ നിരന്തരം മോഹങ്ങളും ആഗ്രഹങ്ങളും ആക്രമിച്ചുകൊണ്ടേയിരിക്കും. ശരിയായ ഈശ്വര വിശ്വാസം, ഈശ്വര നാമജപം, ആ തരത്തിലുള്ള ഒരു ചിന്താഗതി, നമ്മുടെ ചിന്തകൾ കൂടുതലും ഈശ്വരനുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങളുടെ അളവ് കുറയും സ്വമേധയാ. നമ്മുടെ മോഹങ്ങൾ ആക്രമിക്കാതിരിക്കും. നമുക്ക് ചന്ദ്രനിൽ പോകണം എന്ന മോഹം പിന്നെ ഉണ്ടാവില്ല എന്ന. അതായത് ശരിക്കും ഒരു ഈശ്വര വിശ്വാസമാണ് നമ്മെ മോഹങ്ങളിൽ നിന്നും അതിമോഹങ്ങളിൽ നിന്നും തൃഷ്ണകളിൽ നിന്നും രക്ഷിക്കുന്നത്. അതല്ലെങ്കിൽ നേരെ മറിച്ചാണെങ്കിൽ മോഹങ്ങൾ നമ്മെ എപ്പോഴും കീഴടക്കും. യുക്തിവാദികളും നിരീശ്വരവാദികളും തീർച്ചയായിട്ടും ശരിയായ ഈശ്വര വിശ്വാസികളെക്കാൾ മോഹത്തിന് കീഴടങ്ങേണ്ടി വരും. സബോധത്തോടുകൂടി ശാന്തിയോടുകൂടി ചിന്തിക്കുന്നവർ, എന്റെ മനസ്സിനെ ഒരു ദുരാഗ്രഹം ബാധിച്ചിരിക്കുന്നു എന്ന് സ്വയം മനസ്സിലാക്കുന്നവർ, അങ്ങനെ ഒരു ദുരാഗ്രഹം കൊണ്ടു നടക്കേണ്ട കാര്യമില്ല എന്ന് ഞാൻ ബോധപൂർവം ചിന്തിക്കുന്നുവെങ്കിൽ എന്നെ ക്രമേണ ദുരാഗ്രഹങ്ങളും മോഹങ്ങളും വെറുതെ വിടും. അവർ നമ്മെ ആക്രമിക്കില്ല. അതിനേറ്റവും ഫലപ്രദമായ വഴി ഈശ്വര നാമജപവും ഈശ്വര ചിന്തകളും അങ്ങനെയുള്ള പുണ്യഗ്രന്ഥങ്ങൾ പാരായണവും അങ്ങനെയുള്ള അന്തരീക്ഷത്തിലുള്ള ജീവിതവും. ധാരാളം കാര്യങ്ങളിൽ നിന്നും മനുഷ്യനെ രക്ഷപ്പെടുത്തുന്നത് ഈ ഒരു അവസ്ഥയാണ്. അത് അമിത മോഹങ്ങളിൽ നിന്നും നമ്മളെ രക്ഷപ്പെടുത്തുന്നതും അത് തന്നെയാണ്. അമിത മോഹങ്ങളും അമിത സമ്പത്തും അമിത സൗഭാഗ്യവും നമുക്കൊടുവിൽ ദുരന്തം കൊണ്ടുവരും. അത് ശരിയായ ഈശ്വര വിശ്വാസം ഉള്ള മനസ്സിൽ അതിമോഹങ്ങൾ ഒഴിഞ്ഞു നിൽക്കും. നമ്മൾ നമ്മുടെ മനസ്സിനെ നിരന്തരം വീക്ഷിക്കേണ്ടതുണ്ട്, നിരീക്ഷിക്കേണ്ടതുണ്ടെന്ന് നേരത്തെയും പറഞ്ഞു. നമ്മുടെ മനസ്സ് തല മൂർച്ചയുള്ള വാളാണ്. ഒരേ സമയത്ത് നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ മനസ്സാണ്. പക്ഷെ നമ്മളെ ശരിക്കും കുഴപ്പിക്കുന്നതും നമ്മളെ വളരെയധികം വിഷമിപ്പിക്കുന്നതും നമ്മുടെ മനസ്സാണ്. നമ്മുടെ മനസ്സ് വളരെ കൗശലം നിറഞ്ഞ ഒരു അവസ്ഥയാണ്. അതിന്റെ കൗശലം കൊണ്ടാണ് നമ്മൾ മോഹ വലയിൽ കുരുങ്ങുന്നത്. മനസ്സാണ് നമ്മെ മോഹങ്ങളുടെ വലയിൽ കുരുക്കുന്നത്. നമ്മുടെ മനസ്സിനെ നമ്മൾ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ, നിരീക്ഷിക്കുന്ന സ്വഭാവം നമുക്കുണ്ടായാൽ, നമ്മുടെ മനസ്സിൽ തെറ്റായ എന്ത് ചിന്തകൾ ഉണ്ടായാലും നമ്മളതറിയും. അവിടെയാണ് ഈശ്വരന്റെ സഹായം വേണ്ടിവരുന്നത്. അങ്ങനെ ഒരു തെറ്റായ ദുരാഗ്രഹം, മോഹം നമ്മുടെ മനസ്സിൽ ഉയരുമ്പോൾ നമ്മൾ ഉടൻ മനസ്സിലാക്കും മനസ്സ് നമ്മളെ കുലുക്കുന്നു, മനസ്സ് നമ്മളെ കളിപ്പാട്ടങ്ങൾ കാണിച്ച് കളിപ്പിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാവും. അതങ്ങനെ അറിഞ്ഞാൽ മനസ്സിന്റെ കപട വാഗ്ദാനങ്ങളുടെ പിന്നാലെ നമ്മൾ പോവില്ല. ഈ സമൂഹത്തിന്റെ കപട വാഗ്ദാനങ്ങളുടെ പിന്നാലെ നമ്മൾ പോവില്ല. നമുക്ക് ആവശ്യമില്ലാത്ത ഒരു അന്തരീക്ഷത്തിലും നമ്മൾ പോയി നിൽക്കില്ല. നമ്മൾ ആവശ്യമില്ലാത്ത മോഹങ്ങളുടെ ഇരയായി തീരില്ല. നമ്മൾ എല്ലാ കാലത്തും
നല്ലൊരു നാളെ ഉണ്ടാവുമെന്ന പ്രതീക്ഷയിൽ കഷ്ടപ്പെടുകയാണ്. ഇന്ന് വരെ നമ്മൾ ദുഃഖം അനുഭവിച്ചു, പ്രയാസം അനുഭവിച്ചു. ഇനി നമ്മൾ വളരെ ഒരു സന്തോഷഭരിതമായ അവസ്ഥയിലേക്ക് പോകുമെന്ന് നമ്മുടെ മനസ്സ് നമ്മളെ എപ്പോഴും കബളിപ്പിക്കുന്നു. അത് നമ്മളെ അമിതമായി സ്വപ്നം കാണിപ്പിക്കുന്നു. അത് നമ്മളെ മോഹിപ്പിക്കുന്നു. നമ്മളാണെങ്കിൽ അത്തരം മോഹങ്ങളുടെ പിന്നാലെ പോയി ജീവിതകാലം മുഴുവനും കഷ്ടപ്പെടുകയും നശിപ്പിക്കുകയും ചെയ്യുന്നു. നമ്മൾ അറിയണം, നമ്മുടെ മനസ്സ് വളരെ കൗശലമുള്ളതാണെന്നും അത് നമുക്ക് കപട വാഗ്ദാനങ്ങൾ നൽകുമെന്നും, കപട വാഗ്ദാനങ്ങളിൽ കുഴിഞ്ഞ് നമ്മൾ ദിവാസ്വപ്നം കണ്ട് ജീവിക്കുന്നു. ഒരിക്കലും അത് നടപ്പിലാവാതെ വരുമ്പോൾ നമ്മൾ അതിയായി ദുഃഖിക്കുന്നു. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സംഭവിക്കുന്നത്. അത് ഈ ജന്മത്തിൽ മാത്രമല്ല, എത്രയോ ജന്മങ്ങളിൽ ഇത് തന്നെ സംഭവിക്കുന്നു. മോഹങ്ങളുടെ ചക്രത്തിൽ നമ്മൾ പെടുന്നു, നമ്മുടെ മനസ്സ് ചെയ്യുന്നു. മനസ്സിൽ നിന്നുള്ള മോചനമാണ് യഥാർത്ഥത്തിൽ മോക്ഷം. ഈ പിശാച്, സാത്താൻ എന്നൊക്കെ പറയുന്നത് പുറത്തുനിന്ന് വരുന്നതൊന്നുമല്ല, അത് നമ്മുടെ മനസ്സാണ്. ആ മനസ്സിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് മനസ്സ് സൃഷ്ടിക്കുന്ന കപട വാഗ്ദാനങ്ങളുടെ, ദിവാസ്വപ്നങ്ങളുടെ ചക്രത്തിൽപ്പെട്ട് നമ്മൾ ജന്മങ്ങളായി നശിച്ചുകൊണ്ടിരിക്കുന്നു. അത് ഈ ജന്മത്തിലെങ്കിലും നമ്മൾ മനസ്സിലാക്കുക. മനസ്സിനെ നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. മനസ്സ് പറയുന്ന മോഹ വാഗ്ദാനങ്ങളുടെ പിന്നാലെ പോയാൽ അത് നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കുമെന്ന് നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു. ഈശ്വര നാമജപവും ഈശ്വരനുമാണ് നമ്മുടെ യഥാർത്ഥ സഹായി. അതാണ് നമ്മുടെ യഥാർത്ഥ ലക്ഷ്യം. നമ്മൾ നിറവേറുന്നത്, നമ്മൾ മനസ്സമാധാനം അനുഭവിക്കുന്നത്, മനഃശാന്തി അനുഭവിക്കുന്നത് അതിലൂടെയാണ്. അല്ലാതെ മനസ്സ് പറയുന്ന സ്വപ്നങ്ങൾ കണ്ടിട്ടല്ല. നമ്മൾ നേടേണ്ടത് ആത്മജ്ഞാനമാണ്. നമ്മൾ ആത്മാവാണെന്നുള്ള ജ്ഞാനം. നമ്മൾ ഈ ശരീരത്തിന്റെ ആവശ്യങ്ങൾ ഇങ്ങനെ നിരന്തരം നടപ്പിലാക്കി കൊടുത്ത് നമ്മൾ ജീവിതം മുഴുവനും സന്തോഷം അനുഭവിക്കുമെന്നുള്ള ചിന്തയിൽ നിന്നും മാറി നമ്മൾ ആത്മാവാണ് എന്നുള്ള ജ്ഞാനം നമ്മളിൽ ഉണ്ടാവണം. അങ്ങനെ ആത്മാവിനോട് അതിന് പ്രാധാന്യം കൊടുത്ത് ഈശ്വരന് പ്രാധാന്യം കൊടുക്കുമ്പോൾ നമുക്ക് ഒരു ആന്തരിക ശാന്തി ഉണ്ടാവും. അതാണ് യഥാർത്ഥ ആത്മശാന്തി, മനസമാധാനം. അല്ലാതെ ഈ ആഗ്രഹങ്ങളും മോഹങ്ങളും നടപ്പിലാക്കിക്കൊണ്ട് നമ്മൾ ഈ ജന്മത്തിലെല്ലാം 1000 ജന്മങ്ങളെടുത്താലും നമുക്കൊരു ശരിയായ മനസമാധാനം ഉണ്ടാവില്ല. നമ്മൾ ഈ ബാഹ്യമായ ആഗ്രഹങ്ങൾ നടപ്പിലാക്കുമ്പോൾ സമാധാനം ഉണ്ടാകുന്നുണ്ട്. അതൊരു താൽക്കാലികമായ മായികമായ സന്തോഷമാണ്, മായികമായ സമാധാനമാണ്. അതുകൊണ്ട് താൽക്കാലികമാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. പുറത്ത് എന്ത് വ്യത്യാസം വന്നാലും നമ്മുടെ ഉള്ളിലൊരു ശാന്തിയും സമാധാനവും നിലനിൽക്കണമെങ്കിൽ നമ്മളിലൊരു ആത്മാബോധം വേണം. നമ്മളെല്ലാവരും ആത്മാവാണെന്നുള്ള ബോധം വേണം. നമ്മൾ ആത്മലോകത്തിൽ നിന്നും വന്നവരാണെന്നുള്ള ഓർമ്മ വേണം. ഇവിടെ വന്നിട്ട് നമ്മുടെ ഇന്ദ്രിയങ്ങളും ശരീരവും പറയുന്നതിന് പിന്നാലെ ഓടിയാൽ നമ്മൾ നശിക്കുമെന്നറിയുക. ആത്മജ്ഞാനികളെ തിരിച്ചറിയുക. ഗുരുക്കന്മാരെ തിരിച്ചറിയാൻ കഴിയുമെങ്കിൽ തിരിച്ചറിയുക. അവർ നമുക്ക് സമാധാനവും ശാന്തിയും എന്തെന്ന് പറഞ്ഞു തരും. അവർ നമുക്ക് അതിന്റെ മാർഗം തെളിയിച്ചു തരും. പുണ്യഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുക, സത്സംഗത്തിൽ ഏർപ്പെടുക, നാമം ജപിക്കുക, മോഹങ്ങളിൽ നിന്നും അകന്നു നിൽക്കുക, ഗുരുക്കന്മാരെ സ്മരിക്കുക. അവർ നമുക്ക് മാർഗനിർദ്ദേശം തരും, നമ്മൾ പോലും അറിയാതെ. മോഹമെന്നാൽ ആത്മജ്ഞാനമല്ല, ആത്മനാശമാണ്. മോഹങ്ങൾ നമ്മുടെ ശരീരത്തിനാണ്, അത് നമ്മുടെ മനസ്സിനാണ്, അത് നമ്മുടെ ഇന്ദ്രിയങ്ങൾക്കാണ്. അതാണ് ഇന്ദ്രിയ സുഖം, ശാരീരിക സുഖം, അങ്ങേറ്റം പോയാൽ മനസുഖം. നമ്മൾ ഈ മനസുഖത്തിനെയാണ് ശാന്തി എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത്. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ അത് മാറും.
വീണ്ടും വരും, വീണ്ടും മാറും. ഭാഗികമായ മനസ്സുഖം. ഇത് മൂന്നും നമുക്ക് ബാഹ്യമായി നിലനിൽക്കും. നമ്മൾ മോഹങ്ങളിൽ കുരുങ്ങിയാൽ നമുക്ക് ആത്മജ്ഞാനം ഉള്ളതും കൂടെ ഇല്ലാതാകും. നമ്മൾ ആത്മാവിന് പ്രാധാന്യം കൊടുത്ത് ജീവിക്കുക. നമ്മൾ ആത്മാവാണെന്നും കൂടെ ഉള്ള ജീവികളെല്ലാം ആത്മാവാണെന്നുമുള്ള ബോധമുണ്ടാവുക. അല്ലെങ്കിൽ മോഹങ്ങളുടെ പിന്നാലെ പായുന്ന മനുഷ്യൻ ആത്മനാശത്തിന് വിധേയമാവും. നമുക്ക് അമിതമായ മോഹങ്ങൾ നമ്മൾ മനസ്സിൽ സൂക്ഷിച്ചാൽ പ്രായം കൂടുന്നതിനനുസരിച്ച് മോഹങ്ങളുടെ എണ്ണം കുറച്ചില്ല എങ്കിൽ ഒടുവിൽ നമ്മൾ മരിക്കുമ്പോൾ മനസ്സ് നിറയെ മോഹങ്ങളായിരിക്കും. ആ മോഹങ്ങളെല്ലാം കർമ്മ നിയമം അനുസരിച്ച് നമ്മൾ ഓരോ മോഹങ്ങളായി നിറവേറ്റാൻ വീണ്ടും ജനിക്കണം. വീണ്ടും ജനിച്ചാൽ നിറവേറ്റാൻ പറ്റുമെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അതും നടക്കില്ല. കാരണം അപ്പോൾ വീണ്ടും വീണ്ടും വേറെ മോഹങ്ങൾ വരും. അതുകൊണ്ട് കർമ്മ നിയമം അനുസരിച്ച് നമ്മൾ മോഹരഹിതരായി മരിക്കണമെന്നാണ്. ഇവിടുന്ന് മടങ്ങിപ്പോകുമ്പോൾ നമുക്ക് മോഹങ്ങൾ ബാക്കി ഉണ്ടാവാതിരിക്കണം. മോക്ഷത്തിന് പോലുമുള്ള മോഹം പാടില്ലെന്നാണ്. അത് ഈശ്വരൻ തീരുമാനിക്കും. മോഹരഹിതരായി മരിക്കാൻ തക്ക രീതിയിൽ നേരത്തെ എഴുതുക. ഇല്ലെങ്കിൽ നമ്മൾ പുനർജന്മ ചക്രത്തിൽ നിന്നും ഒരിക്കലും രക്ഷ നേടില്ല. മനഃശാന്തി എന്നാൽ, മനസമാധാനം എന്നാൽ മോഹങ്ങളെ തിരിച്ചറിഞ്ഞ് അവയിൽ നിന്നും രക്ഷപ്പെടുക എന്നുള്ളതാണ്. സമൂഹത്തിലെ മനുഷ്യർ മുഴുവനും മോഹം കൊണ്ട് ജീവിക്കുന്നവരാണ്. നമ്മൾ അതുപോലെ അതിൽ പെടാതെ, ഇതുവരെ പെട്ടത് പോട്ടെ, അതിൽ പെടാതെ നമ്മൾ മാറി നിൽക്കാൻ ശീലിക്കണം. കഴിഞ്ഞ കാലത്തെ കുറിച്ച് നമ്മൾ മോഹിക്കുന്നു, അതുപോലെ ആകണമെന്ന്. വരാനിരിക്കുന്ന കാലത്തിൽ ഇന്നത് സംഭവിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. ഇത് രണ്ടും നിഷ്ഫലമാണ്. കാരണം കഴിഞ്ഞത് പോയി. പണ്ട് നമ്മൾ കുറച്ചു കാലം സുഖമായി ജീവിച്ച കാലമുണ്ട്. അത് ഓർത്തോർത്തിരിക്കുക. അതുപോലെ വരണമെന്ന് ആഗ്രഹിക്കുക. പിന്നെ ഭാവിയിൽ എനിക്ക് അതാവണം ഇതാവണമെന്ന് ആഗ്രഹിക്കുക. ഇത് രണ്ടും ശരിക്കും നിഷ്പ്രയോജനമാണ്, നിഷ്ഫലമാണ്. നമ്മൾ ഇപ്പോൾ ജീവിക്കുന്ന ഈ അവസ്ഥയിൽ അതിലൊരു സന്തോഷം കണ്ടെത്തി ജീവിക്കാൻ ശ്രമിക്കുക. നിറവേറാതെ പോയ മോഹങ്ങൾ നമ്മളെ കഴിഞ്ഞ കാലത്തിലേക്കും കൊണ്ടുപോകും, ഭാവിയിലേക്കും കൊണ്ടുപോകും. നാളെ സംഭവിക്കുമെന്ന് നമ്മളിങ്ങനെ ഓർത്തോർത്ത് നമ്മൾ ഒന്നുകിൽ കഴിഞ്ഞ കാലങ്ങളിൽ ജീവിക്കും, അല്ലെങ്കിൽ ഭാവിയിൽ ജീവിക്കും. നമുക്കാർക്കും ഒരിക്കലും വർത്തമാനകാലത്തിൽ പ്രസന്റിൽ ജീവിക്കാൻ കഴിയുന്നില്ല. അതാണ് നമുക്ക് മനസമാധാനം കിട്ടാത്തതിന്റെ പ്രധാന കാരണവും. നമ്മൾ നോക്കിയാൽ മനസ്സിലാവും. നമ്മുടെ മനസ്സൊന്നുകിൽ കഴിഞ്ഞ കാര്യം ചിന്തിക്കും, അല്ലെങ്കിൽ വരാൻ പോകുന്ന കാര്യം ചിന്തിക്കും, അല്ലെങ്കിൽ മറ്റാരെങ്കിലും കുറിച്ച് ചിന്തിക്കും. ശത്രുവിനെ കുറിച്ചോ മിത്രത്തിനെ കുറിച്ചോ. ഒരിക്കലും നമ്മുടെ മനസ്സ് അറ്റ് പ്രസന്റ് നിലവിൽ ഇരിക്കാറില്ല. നിലവിൽ ഒരിക്കലും നിൽക്കില്ല. അറ്റ് പ്രസന്റ് വർത്തമാനകാലത്തിൽ നമ്മുടെ മനസ്സ് മുഴുകാമെങ്കിൽ നമുക്ക് ശാന്തിയാണ്, ഉറപ്പാണ്. പക്ഷെ അതെപ്പോഴും ഭൂതകാലത്തിലോട്ടും പിന്നെ നമ്മുടെ ഭാവി കാലത്തിലോട്ടും കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് ആ കാര്യത്തിലും നമ്മുടെ മനസ്സ് എങ്ങോട്ട് പോകുന്നു എന്ന് ശ്രദ്ധിക്കുക. മരണസമയത്ത് നമ്മുടെ ചിന്തകൾ എന്താണോ അതുപോലെ നമ്മൾ പുനർജനിക്കുമെന്ന് മിക്ക പുണ്യഗ്രന്ഥങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ വളരെ നേരത്തെ നമ്മുടെ മോഹങ്ങളുടെ എണ്ണം കുറച്ച് നമ്മളൊരു സന്തുലനം, ബാലൻസിങ് മനസ്സിലേക്ക് എത്തുക. മോഹമില്ലാത്തവർക്ക് മാത്രമേ വർത്തമാനകാലത്തിൽ ജീവിക്കാൻ കഴിയുള്ളൂ എന്നറിയുക. ഇന്നെന്താണോ അത്, നാളെ എന്താണോ അങ്ങനെ, ഇപ്പോൾ എന്താണോ അത് മതി എന്ന രീതിയിൽ നമ്മൾ എത്തിച്ചേരാൻ വലിയ എളുപ്പമുള്ളൊരു കാര്യമല്ല. കാരണം നമ്മളെ ട്രെയിൻ ചെയ്ത് നമ്മളെ നശിപ്പിച്ചിരിക്കുകയാണ്. നമ്മൾ പണ്ട് കുഞ്ഞുനാളിലെ ഈ ഭാവിയെ കുറിച്ച് ചിന്തിച്ച് നശിക്കുന്നവരാണ് എല്ലാ മനുഷ്യരും. ഇതൊന്ന് അറിഞ്ഞിരിക്കുക. നമ്മൾ ഇപ്പോൾ ഇന്ന് ഉള്ളത് വെച്ച് സംതൃപ്തിയോടുകൂടി ജീവിക്കാൻ പഠിക്കുക. അങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രമേ ഈ ഭൂമിയിൽ നിന്നും മോക്ഷം ലഭിക്കുകയുള്ളൂ. അല്ലാതെ അമിതമായ ഈശ്വര ഭജനയും നമ്മളുടെ ആചാരാനുഷ്ഠാനങ്ങളും ഹോമവും യജ്ഞവും അതൊക്കെ കൊണ്ടല്ല നമുക്ക് മോക്ഷം ലഭിക്കുക, മനസമാധാനം ലഭിക്കുക. പണം കിട്ടും, അത്ര തന്നെ. ശരിക്കും മനസമാധാനം എന്ന് പറയുന്നത് നമ്മൾ ഈ
നിമിഷത്തിൽ വർത്തമാനകാലത്തിൽ ഉള്ളത് വെച്ച് സംതൃപ്തിയോടുകൂടി ജീവിച്ച് മനസമാധാനത്തോടുകൂടി തിരിച്ചു പോവുക. അതാണ് യഥാർത്ഥ മോക്ഷം, മുക്തി. അങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രമേ ഭൂമിയിൽ നിന്നും ജനന മരണ ചക്രത്തിൽ നിന്നും മോക്ഷം ലഭിക്കുകയുള്ളൂ. നമ്മൾ ഏത് ജന്മം വരെ മോഹരഹിതരായിത്തീരുന്നുവോ, ഏത് ജന്മത്തിലാണ് നമ്മൾ മോഹരഹിതരായി മാറുന്നുവോ, അതുവരെ നമ്മൾ ഈ ഭൂമിയിൽ ശരീരം എടുത്തുകൊണ്ടേയിരിക്കണം. നമ്മൾ ആഗ്രഹത്തിനെ കുറിച്ചാണ് ഒരു 3-4 ആഴ്ച കൊണ്ട് പറയുന്നത്. ആഗ്രഹം എന്ന വിഷയം പറഞ്ഞു നിർത്തുകയാണ്.